പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും ഐശ്വര്യമായിട്ട് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഒറ്റ വാക്കിൽ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ എന്നെ പരിചയപ്പെടുത്തിയ അനന്തരം വായിച്ച തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. കർത്താവിൻ്റെ അഭിഷേക്തന്മാർ അഭിസംബോധനയായി പറഞ്ഞതുപോലെ എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. ഭാര്യയും 7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞുമുണ്ട്. അതുപോലെ 2 സഹോദരങ്ങളും മാതാവുമുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അപ്പൻ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഒരിക്കലും വിശുദ്ധ തിരുവെഴുത്തുകൾ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല. എങ്കിലും ദൈവം എന്നെയും വിളിച്ച് വേർതിരിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് പറയാൻ കാരണമുണ്ട്. അല്ലെങ്കിൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒരു ഏകലവ്യ ആശ്രമത്തിലാണ് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. ഏകലവ്യ ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരിക്കലും അവിടെ ബൈബിളല്ല പഠിപ്പിക്കുന്നത്. ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചും വിഗ്രഹങ്ങളെ സേവിക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. പ്രഭാതം 3 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് എഴുന്നേൽക്കണം. കൃത്യം 4:50 ക്ഷേത്രത്തിന്റെ നട തുറക്കുന്നതിന് മുമ്പ് അവിടുത്തെ പൂജയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവിടുത്തെ ഭജനപ്പാട്ടിനൊക്കെയും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഹാലലി. അതുകൊണ്ട് പറഞ്ഞത്, ഒരിക്കലും ഹാലലി ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല. എങ്കിലും എന്നെ വിളിച്ച് വേർതിരിച്ച വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ക്ഷേത്രഗണത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു ഹൃദയത്തിനകത്ത് വലിയൊരു ആഗ്രഹമുണ്ടായി. ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു ചെണ്ട കൊട്ട് പഠിക്കണമെന്നുള്ളൊരു താല്പര്യം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി. അങ്ങനെ ഏകദേശം 48 മണിക്കൂറോളം ഗിന്നസ് ബുക്കിന് വേണ്ടി ചെണ്ട കൊട്ടി പേർ ചേർക്കപ്പെട്ട JK സതീഷ് അവറുകൾ, പനമണ്ണൻ മനോഹരനാശാൻ, ഗുരുവായൂർ കണ്ണനാശാൻ, കലാമണ്ഡല രതീഷാശാൻ, ഇങ്ങനെ പ്രശസ്തരായ വ്യക്തികളുടെ കീഴിൽ ഞാൻ ചെണ്ട അഭ്യസിക്കുവാൻ ഇടയായിത്തീർന്നു. തിരുവനന്തപുരത്ത് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഏകദേശം 18 വർഷം വരെയും വിളക്ക് പൂജയ്ക്ക് ചെണ്ട കൊട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒന്നാമേ പറഞ്ഞാട്ടെ, ഞാൻ ഈ മേൽപ്പുറത്തൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഹല്ലേലൂയ, എല്ലാ അയ്യപ്പ സീസൺ സമയത്തും ഈ അളപ്പങ്ങോട് ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ വരാറുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരിക്കലും ഈ വിശുദ്ധ തിരുവെഴുത്തുകളിനായിട്ട് നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയ അനുഭവം മാത്രം വേഗത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലം പറഞ്ഞാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, കേരളത്തിനകത്ത് 14 ജില്ലകളുണ്ട്. 14 ജില്ലകളുടെ തലസ്ഥാന നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ട്രിവാൻഡ്രം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം 11.5 ഏക്കർ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കോളനിയുണ്ട്. ആ കോളനിയുടെ പേര് ഹല്ലേലൂയ കുപ്രസിദ്ധമാണ്. ആ കോളനിയുടെ പേര് ചെങ്കച്ചുള്ള കോളനിയാണ്. കേട്ടിട്ടുള്ളത് കണ്ടുകൊടുത്തിയാട്ടെ ഈ ദേശത്തെ കുറിച്ച്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്ന അപ്പച്ചന്മാരുടെ കടത്തിലൊക്കെയും ഈ മൈക്രോഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ചെങ്കച്ചുള്ളയുടെ പഴയ ചരിത്രങ്ങൾ ഞാൻ പറയുന്നതിനേക്കാളും ആവേശത്തോടു കൂടി അവർ പറയുവാനിടയായി തീരും. എങ്കിലും അവസരം എന്റേതായതുകൊണ്ട് 1-2 വാക്കുകൾ ഞാൻ പറയട്ടെ. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പട്ടാപ്പകല് പോലും പോലീസുകാർ കയറുവാൻ ഭയന്ന് പറച്ച ഒരു സ്ഥലമായിരുന്നു ചെങ്കച്ചുള്ള കോളനി. മാറിയും തിരിഞ്ഞ് ഭരിച്ച ഭരണകൂടത്തിന് ചെങ്കച്ചുള്ളയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ 3ാം മുറകൾക്ക് ചെങ്കച്ചുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനു പറയാൻ, കോടതിയുടെ ഒരു നിയമത്തിന് പോലും ചെങ്കച്ചുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സന്ധ്യ സമയമാകുമ്പോൾ മദ്യത്തിന്റെയും ലഹരി പദാർത്ഥത്തിന്റെയും അടിമത്തം ജീവിതം നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുകയും കടാരകളും വാളുകളും കൂട്ടിമുട്ടുന്ന ഭയാനകമായിരിക്കുന്ന ശബ്ദം മാത്രം മുഴങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം ചെങ്കച്ചുള്ള കോളനിക്കകത്തുണ്ടായിരുന്നു. എന്തിനു പറയാൻ, മാറത്തടിച്ച് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ ചെങ്കച്ചുള്ള. ഈ ചെങ്കച്ചുള്ള നോക്കി സമൂഹമൊക്കെയും ഒരേ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു പദമുണ്ട്, ഒരിക്കലും ചെങ്കച്ചുള്ള കോളനിയിലെ തലമുറകൾ നന്നാവത്തില്ല. പറഞ്ഞ സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകന്മാർ ലഘുലേഖയും ദൈവത്തിന്റെ തിരുവചനമായി തെരിക്കോണുകൾ കയറി ഇറങ്ങി സുവിശേഷത്തിന്റെ വിളംബരം ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നന്നാവത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്മാരല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് സന്ധ്യ സമയത്താണ് ഈ ചെങ്കച്ചുള്ളയുടെ തെരുവീതിലൂടെ നിങ്ങൾ നടക്കുന്നതെങ്കിൽ മദ്യത്തിന്റെ ലഹരി പിടിച്ച് കടാരകളും വാളുകളും കൂട്ടിമുട്ടുന്ന ശബ്ദമല്ല മുഴങ്ങുന്നത്, മാറത്തടിച്ച് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ ശബ്ദമല്ല മുഴങ്ങുന്നത്. നേരെ മറിച്ച് ഓരോ ഭവനത്തിന്റെ അകത്തളങ്ങളിലും തമ്പേറടിച്ചും കരങ്ങൾ കൂട്ടിയടിച്ച് ദൈവത്തിന് ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ സ്വർഗം എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദേശത്തിന് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പട്ടണം
ആ ദേശത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രികാലമോ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്തുണ്ട്. ദേശങ്ങൾക്ക് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി കരയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ദേശത്തിന്റെ പട്ടണങ്ങളുടെ ചരിത്രം മാറ്റുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിന് ചെങ്കച്ചുള്ള നോക്കി സമൂഹമൊക്കെയും ഒരേ ശബ്ദത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പദമാണ്, ഒരിക്കലും ചെങ്കച്ചുള്ള കോളനിയിലെ തലമുറകൾ നന്നാവത്തില്ല. എന്നാൽ സുവിശേഷത്തിന് അതിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, സുവിശേഷ യോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിൽ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ ഈ ദേശത്തിന്റെ നടുവിൽ സ്വർഗം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് ഒരു കാലഘട്ടത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തം ജീവിതം നയിച്ച് മൃഗതുല്യമായി ജീവിച്ചിരുന്ന ഒരു കാലയളവ് എന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളൊക്കെയും എന്നെ കൊണ്ടെത്തിച്ചത് അനവധി കേസുകളിലായിരുന്നു. ആദ്യമായി 18ാമത്തെ വയസ്സ് പൂർത്തീകരിച്ച സമയത്ത് 307 വകുപ്പ് പ്രകാരം ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് തിരുവനന്തപുരത്തുള്ള അട്ടക്കുളങ്ങരയിലുള്ള സബ് ജയിലിലേക്ക് എന്നെ കൊണ്ടുപോയി അടച്ചുപൂട്ടുവാനിടയായി തീർന്നു. ഒരുപക്ഷെ ഇന്ന് ആ ജയില് അറിയപ്പെടുന്നത് ഒരു സ്ത്രീയുടെ പേരിലാണ്. സ്ത്രീയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുപരിതമായിരിക്കും. ഗ്രീഷ്മ എന്ന് പറയും. ഒരു പക്ഷേ ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവത്തില്ല, കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും മനസ്സിലാവും. ഇന്ന് ആ ജയിൽ അറിയപ്പെടുന്നത് ഹാലലി ആ സ്ത്രീയുടെ പേരിലാണ്. ഞങ്ങളുടെ ഏരിയ റൂറൽ ജയിലായിരുന്നു. ആദ്യത്തെ പ്രവേശനവും അവിടെയായിരുന്നു. പിന്നെ വെച്ചൊടി കയറ്റം എന്ന് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷൻ, കോടതി മുറികൾ, ജയിലറുകളായിട്ട് എന്റെ ജീവിതം മാറി മറിയുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2011 മാർച്ച് മാസം 12-ാം തീയതി ചെങ്കച്ചുള്ള കേന്ദ്രീകരിച്ച് ഒരു കൊലപാതകം നടക്കുവാനിടയായി തീർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷണത്തിന്റെ ഇടയ്ക്ക് ഉപദ്രവങ്ങൾ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ 6 പ്രതികൾ തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഡോക്ടർമാർ വന്ന് പരിശോധിച്ച അനന്തരം ഈ ഡോക്ടർമാർ പോയ ഉടൻ തന്നെ ഞാൻ ഈ വാർഡന്മാർ കാണാതെ അടുത്തുള്ള മദ്യശാലയ്ക്കകത്ത് കയറി ഒരു കുപ്പി മദ്യം വാങ്ങിച്ച് അടുത്തുള്ള തട്ടുകട കയറി ദോശയും ബീഫെല്ലാം വാങ്ങിച്ച് ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ പുറകുവശം കൊണ്ടുവച്ച് കഴിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പേർ മതിൽ ചാടിക്കടന്നു വന്ന് എന്റെ ഷർട്ടിനെ പിടിക്കുവാനിടയെ തീർന്നു. ഉടൻ തന്നെ ഞാൻ കാണുന്ന കാഴ്ച ഒരു ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എനിക്ക് മനസ്സിലായി ഇത് പോലീസുകാരാണെന്ന്. അന്ന് രാത്രി തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തുള്ള അട്ടക്കുളങ്ങരയിലുള്ള സബ് ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി തീർന്നു. അന്ന് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ അടുക്കലുള്ള കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോയി. പല പ്രാവശ്യവും മദ്യത്തിന്റെ ലഹരിയിൽ പോലീസുകാർ എന്നെ പിടിച്ച സമയത്തൊക്കെയും അടുത്ത പ്രഭാതത്തിൽ മാത്രമേ വിട്ടിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഓഫീസ് മുറിയുടെ സൈഡിൽ കൊണ്ടുപോയി പിടിച്ച് ഞാൻ കിടന്നുറങ്ങുവാനിടയെ തീർന്നു. അടുത്ത പ്രഭാതമായപ്പോൾ ഒരു കൂട്ടം പോലീസുകാർ കയറി വന്നു. ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചുണർത്തി. പ്രശാന്ത് എഴുന്നേക്കാൻ പറഞ്ഞു. വിളിച്ചുണർത്തിയതിനു ശേഷം ഒരു പോലീസുകാരൻ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ, കഴിഞ്ഞ രാത്രിയിൽ സംഘർഷണത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ കുത്തിയവൻ മരിച്ചുപോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ ഹൃദയത്തിനകത്ത് ഭയവും ഹല്ലേലൂയ വളരെയധികം നിരാശയും കടന്നു വന്നു. ഉടൻ തന്നെ പോലീസുകാരനോട് പറഞ്ഞു എന്റെ ഉടുവസ്ത്രമല്ല ഊരാൻ. അങ്ങനെ പോലീസുകാരന്റെ ഉടുവസ്ത്രമല്ല ഊരി മാറ്റി വെച്ചതിന് ശേഷം പ്രത്യേകം ഒരു സെല്ലിനകത്തേക്ക് എന്നെ കൊണ്ടുപോയി അടച്ചു പൂട്ടുവാനിടയായി തീർന്നു. അല്പസമയം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവന്ന് ഞാൻ കിടക്കുന്ന സെല്ലിനകത്തേക്ക് ഒഴിച്ചിടുവാനിടയായി തീർന്നു. എന്നിട്ട് പ്രത്യേകം ഫ്രീസ് ചെയ്ത അയസ്കട്ടകൾ ഞാൻ കിടക്കുന്ന മുറിക്കകത്ത് കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിച്ചിട്ടു. എന്തിനെന്നറിയാമോ, ഉടുവസ്ത്രം പോലും ഇല്ലാതെ ശരീരം മുഴുവന് തണുത്തു മരവിച്ചു പടുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന പോലീസുകാരന്മാരല്ല അതിനകത്ത് വന്ന് എന്നെ മൃഗയമായി ഉപദ്രവിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നാണ് ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത്. പക്ഷേ 6 ദിവസം വരെയും അതിനകത്തിട്ട് എന്നെ മൃഗയമായി ഉപദ്രവിക്കാൻ തുടങ്ങി. 1-ാം ദിവസം കഴിഞ്ഞു പോയി, 2-ാം ദിവസം കഴിഞ്ഞു പോയി, 3-ാം ദിവസം കഴിഞ്ഞു പോയി. 5-ാം ദിവസം പ്രഭാതം 2 മണിയായപ്പോൾ ഏകദേശം
പക്ഷെ 12 പോലീസുകാർ ഞാൻ കിടക്കുന്ന സെല്ലിലേക്ക് വന്നു. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന എന്നെ വീണ്ടും വിളിച്ചു പറഞ്ഞു, പ്രശാന്തേ എഴുന്നേക്കാൻ പറഞ്ഞു. എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം എന്നെ തിരിച്ചു നിർത്തി കഴുത്തിന്റെ ഈ ഭാഗം തുടങ്ങി പാദത്തിന്റെ അടിപാദം വരെയും മാരകമായിട്ടുള്ള ചൂടിൽ വെച്ച് ശരീരം മുഴുവനും അടിച്ചു പൊട്ടിക്കുവാനിടയെ തീർന്നു. കഴിഞ്ഞില്ല. പഴയ റേഷൻ കടയിലേക്ക് ഉപയോഗിക്കുന്ന പഞ്ചസാര അളക്കാനും ഗോതമ്പ് അളക്കാനും അരിയൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന 5 കിലോ ഭാരം വരുന്ന ഒരു പടിയെടുത്ത് നിലത്തോട് തോർത്തിട്ടതിന് ശേഷം ഇതിനകത്ത് വെച്ച് ചുറ്റിക്കെട്ടി കുനിച്ചു നിർത്തി എന്റെ നട്ടലിനെ അടിച്ചു പൊട്ടിക്കുവാനിടയെ തീർന്നു. കഴിഞ്ഞില്ല. അന്നത്തെ SI ആയിരിക്കുന്ന സന്തോഷ് കുമാർ സാറ് ഒരു പ്ലാസ്റ്റിക് ചെയർ ഹല്ലേലൂയ സെല്ലിനകത്തേക്ക് കൊണ്ടിട്ടതിനു ശേഷം എന്നോട് പറഞ്ഞു, നിന്റെ കാലിന്റെ ഭാഗം അകത്തോട്ട് കയറി കിടക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ 2 ഉദ്യോഗസ്ഥന്മാർ പിടിച്ചു വലിച്ച് ആ പ്ലാസ്റ്റിക് ചെയറിന്റെ അകത്തോട്ട് എന്നെ കയറ്റി കിടത്തി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയുമോ? എന്നോട് തിരിഞ്ഞു കിടക്കാൻ പറഞ്ഞു. എന്നെ തിരിച്ചു കിടത്തിയതിനു ശേഷം സന്തോഷ് കുമാർ സാറ് എന്റെ തലമുടിയെ കൂട്ടിപ്പിടിച്ച് വലിച്ചെടുത്ത് ലാടം വെച്ച ബൂട്ടിന്റെ അടിഭാഗം വെച്ച് നടുകുറുക്കിനെ ചവിട്ടി വലിച്ച് പഞ്ചസാരയും കലക്കി തന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രശാന്തേ നീ 25 വയസ്സ് പൂർത്തീകരിക്കത്തില്ല, എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ 36ാമത്തെ വയസ്സ് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിൽ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഒന്നും കൂടെ പറഞ്ഞാൽ ഇന്നലെ വരെ കഴിച്ച ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൊണ്ടല്ല പ്രശാന്ത് നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. വിശ്വസിക്കുന്ന രാമേ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ഞാനും നിങ്ങളും നിന്നതല്ല, ദൈവം എന്നെയും നിങ്ങളെയും നിർത്തിയതാണ്. കാരണം COVID-19 എന്ന മഹാമാരി ലോകം മുഴുവനും വ്യാപരിച്ച സമയത്ത് 5 വയസ്സുള്ളവനും മരിച്ചു, 85 വയസ്സുള്ള അമ്മാമേ മരിച്ചു, അയൽവാസിയും മരിച്ചു, കൂടപ്പുറപ്പുകളും മരിച്ചു. എന്നാൽ ഇന്ന് രാത്രികാലം ആരുടെയൊക്കെ ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെയാണ്, ഹല്ലേലൂയ 2025 എന്നെയും നിങ്ങളെയും കാണിക്കില്ല എന്ന് വെല്ലുവിളിച്ച സ്ഥാനത്ത് 2025 പരസ്യമായി ദൈവത്തിനെ ആരാധിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് തന്ന ആ ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പറഞ്ഞാട്ടെ, ഹാലൊരു ശബ്ദത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ, നിന്നതല്ല, ഞാനും നിങ്ങളും ദൈവം നിർത്തിയതാണ്. സ്തോത്രം. സന്തോഷ് കുമാർ സാറ് മാറി ഉടൻ തന്നെ പാസ്റ്ററെ അതിൽ 4 പോലീസുകാർ, ഒരു പോലീസുകാരൻ വന്ന് വലത് കൈക്ക് പിടിച്ചു, വേറൊരു പോലീസുകാരൻ വന്ന് ഇടതേക്ക് പിടിച്ചു, വേറെ 2 പോലീസുകാരൻ വലത് കാലിനും ഇടത് കാലിനും എന്നെ തൂക്കിപ്പിടിച്ചെടുത്തു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ട് ആട്ടുന്നത് പോലെ ആട്ടുവാൻ വേണ്ടി തുടങ്ങി. ആട്ടി ഫോഴ്സ് കൂടിയ ഉടൻ തന്നെ എന്നെ ചെവറിലേക്ക് വലിച്ചെറിഞ്ഞു. അടികൊണ്ട് നിലത്ത് വീഴുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാനൊരു സത്യം വിളിച്ചു പറയാം, ഞാനൊരു ദൈവ ശബ്ദം കേട്ടു. പക്ഷെ അന്ന് ദൈവശബ്ദം കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മറ്റുള്ള പ്രതികളെല്ലാം വൃത്തിഹീനമാക്കിയിട്ടിരിക്കുന്ന ബാത്റൂമിനകത്ത് കയറി, കക്കൂസിനകത്ത് കയറി, ഉടുവസ്ത്രം പോലും ഇല്ലാതെ മുഴങ്കാലും അടക്കി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഞാൻ സേവിച്ചിരുന്ന ദേവന്മാരെ ദേവിമാരെ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. സർവധർമാം പരിത്യജ മാമേഹം ശരണം പ്രജ അഹം സർവഭാവ്യോ മോഷിഷ്യാനിമാംസജ, സകല പാപത്തെയും ക്ഷമിക്കുന്ന ദേവന്മാരെ ദേവിമാരെ ഈ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും എന്നെ ഒന്ന് വിടുവിക്കണമേ. ഒരാശ്വാസവും കിട്ടുന്നില്ല, ഒരു സമാധാനവും കിട്ടുന്നില്ല. ഞാൻ ചിന്തിച്ചു, മാതാപിതാക്കന്മാരോട് ചെയ്ത കൃത്യമാണോ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത്? ഗുരുക്കന്മാരോട് ചെയ്ത കൃത്യമാണോ ഇത്രയും കഷ്ടം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഒത്തിരി മന്ത്രങ്ങൾ ഉരുവിടാൻ വേണ്ടി തുടങ്ങി. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ, ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വചമ്പൽ വരസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം എന്ന് പറഞ്ഞിട്ടും ഒരാശ്വാസവും കിട്ടുന്നില്ല. പിന്നെ ഞാൻ മന്ത്രം പറഞ്ഞു നിർത്തി, ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, എന്റെ ദൈവമേ ഇതിനകത്ത് നിന്നും എന്നെ ഒന്ന് വിടുവിക്കണമേ. അത് ഹൃദയത്തിന്റെ നുറുക്കത്തോടുള്ള നിലവിളിയായിരുന്നു, അത് ഹൃദയത്തിന്റെ വേദനയോടുള്ള നിലവിളിയായിരുന്നു. പ്രശാന്ത് ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം ഇന്ന് രാത്രികാലമോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന കാര്യങ്ങളെ അടിച്ച് ഹൃദയത്തിന്റെ നുറുക്കത്തോടുകൂടി, ഹൃദയത്തിന്റെ വേദനയോടുകൂടി ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങളോട് പ്രവചിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീർ വറ്റിപ്പോകുന്നതല്ല. ഹല്ലേലൂയ. ലോകത്തുള്ള സമുദ്രങ്ങൾ വറ്റിപ്പോകും, നദികളും തോടുകളും വറ്റിപ്പോകും. പക്ഷേ ദൈവത്തിന്റെ സന്നിധി നീ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അത് വറ്റിപ്പോകത്തില്ല. അതിന്റെ മറുപടി ഇന്ന് രാത്രികാലം സ്വർഗ്ഗം പരസ്യമായി നിനക്ക് കൈമാറുന്ന ദിവസമാ.
വിശ്വസിക്കുന്നവർ പ്രതികരിച്ചു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ജനിപ്പിച്ച മാതാപിതാക്കൾ നിന്നെ തള്ളിക്കളഞ്ഞാല്, കൂടപ്പുറപ്പുകൾ നിന്നെ മാറ്റി നിർത്തിയാല്, നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം വന്നിട്ടുണ്ട്. നിന്റെ വിഷയത്തിന്റെ പരിഹാരകനായി, നിന്റെ വിഷയത്തിന്റെ വിടുതലായി, നിന്റെ വിഷയത്തിന്റെ സകലത്തിന്റെ നന്മയായി ക്രിസ്തു ഇന്ന് രാത്രികാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതമെന്ന് പറയട്ടെ, 6ാമത്തെ ദിവസമായപ്പോൾ പോലീസുകാർ തീരുമാനിച്ചു എന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലടയ്ക്കാൻ. വീണ്ടും തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയി. അവിടെ പോലീസുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഡോക്ടർമാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഈ പോലീസുകാർ പറഞ്ഞത് ഇങ്ങനെയാണ്: സംഘർഷണത്തിന്റെ ഇടയ്ക്ക് കിട്ടിയ ഉപദ്രവം മാത്രമേ പ്രശാന്തിന്റെ ശരീരത്തിനകത്തുള്ളൂ. പോലീസുകാർ തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെഡിക്കൽ റിപ്പോർട്ടും തയ്യാറാക്കി തിരുവനന്തപുരത്തുള്ള വഞ്ചൂരുള്ള കോടതിയിൽ കൊണ്ടുപോയി ഒരു റിമാൻഡ് പത്രവും വാങ്ങിച്ച് നേരെ അവിടെ നിന്ന് തിരുവനന്തപുരം പൂജപ്പുരയുടെ സെൻട്രൽ ജയിലിന്റെ സ്പെഷ്യൽ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. വലിയ മതിൽക്കെട്ടും കണ്ടുകൊണ്ട് ജീപ്പിനകത്ത് തലകൊണ്ട് ചിരിക്കുമ്പോൾ ആ ജീപ്പ് അവസാനിച്ചത് വലിയ ഇരുമ്പ് കവാടത്തിന്റെ മുമ്പിലാണ്. എന്റെ ഹൃദയം കൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പുറംലോകം കാണുവാൻ കഴിയത്തില്ല. അങ്ങനെ ആ ഇരുമ്പ് കവാടം എന്റെ മുമ്പിൽ ജയിൽ അധികാരികൾ തുറന്നു തന്നു. എന്നിട്ട് അവർ എന്നെ സ്വീകരിച്ചത് നടയടിയോട് കൂടിയാണ്. ഈ നടയടി എന്ന് കേട്ടിട്ടുള്ളവരൊന്ന് കൈകൊടുത്തിയാട്ടെ. ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. കേൾക്കാനൊക്കെ നല്ല ഇമ്പുള്ള കാര്യമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു നിർത്തും. 2 കരം ഉയർത്തിപ്പിടിക്കണം. മൂക്കിന്റെ തുമ്പ് ഭാഗം ചെവിരോട് ചേർത്ത് വെക്കും. എന്നിട്ട് തിരിച്ചു നിർത്തി നട്ടന്റെ ഭാഗത്ത് 3 അടി വരെ അടിക്കും. അടിക്കുന്ന സമയത്ത് കരവും എടുക്കാൻ പാടില്ല, ചേർന്ന് നിൽക്കുന്നത് മാറാനും പാടില്ല. 1ാമത്തെ അടി അങ്ങോട്ട് ആഞ്ഞടിച്ചു, ഞാൻ തകർന്നു പോയി. 2ാമത്തെ അടി വീണ്ടും ആഞ്ഞടിച്ചു, ഞാൻ നിലത്ത് കുഴഞ്ഞു വീണുപോയി. പിന്നെ അവർക്ക് എന്നെ അടിക്കാൻ പറ്റിയില്ല. അങ്ങനെ വീണ് കിടക്കുന്ന എന്നെ 2 ഉദ്യോഗസ്ഥന്മാർ അപ്പുറത്തും ഇപ്പുറത്തുമായി തൂക്കിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്റെ കടത്തിൽ ചില വസ്തുക്കൾ കൊണ്ടുവന്ന് തന്നു. ഒരു കീറിയ പായും, ഒരു പ്ലേറ്റും, ഒരു മൊന്തയും, ഒരു ഗ്ലാസും. ഇതിനെയും തൂക്കിപ്പിടിച്ച് നടക്കാൻ പോലും കഴിയാതെ എന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി അഡ്മിഷൻ സെല്ലിനകത്തേക്ക് എന്നെ കൊണ്ടുപോയി അടച്ചുപൂട്ടി. അല്ലെങ്കിൽ അടുത്ത പ്രഭാതമായപ്പോൾ 10 മിനിറ്റോളം കുളിക്കുവാൻ വേണ്ടി പോലീസ് അധികാരികൾ നമുക്ക് സമയം തരും. വെറും അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ജയിലിന്റെ തെരുവീതിലൂടെ നടക്കുന്ന സമയത്ത് ഒത്തിരി പ്രതികൾ കൂക്ക് വിളിച്ച് പരിഹസിച്ചു, ചീത്ത പറഞ്ഞു. കുളിച്ചിട്ട് നടക്കാൻ പോലും കഴിയാതെ ഈ ചെമ്പും പിടിച്ച് ഞാൻ നടന്നു വരുന്ന സമയത്ത് ഒരു അപ്പച്ചൻ വിളിച്ചു, മോനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. പയ്യെ അടുത്തേക്ക് ചെന്നപ്പോൾ അപ്പച്ചൻ ചോദിച്ചത് ഇങ്ങനെയാണ്, മോനെ ഉടുവസ്ത്രമൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞു, അപ്പച്ച എന്റെ ഉടുവസ്ത്രമല്ല പോലീസുകാർ കീറിക്കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു കീറിയ കൈലി എനിക്കെടുത്ത് തന്നു. അങ്ങനെ ആ കീറിയ കൈലി ഉടുത്തുകൊണ്ട് ഞാൻ ജയിൽവാസം ആരംഭിക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ചില ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞു പോയി, ചില മാസങ്ങൾ കഴിഞ്ഞു പോയി. തകർക്കപ്പെട്ടവനായി കാരാഗൃഹത്തിന്റെ അകത്തളങ്ങളിൽ പൈശാചിക മണ്ഡലം എന്നെ ഒതുക്കിക്കൂട്ടി. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും എന്റെ ജീവിതത്തിനെ കാരാഗ്രഹത്തിനകത്ത് ഒതുക്കിക്കൂട്ടുവാൻ ഇടയെത്തിയിരുന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിനകത്ത് കഴിക്കാൻ തരുന്നത് വലിയ ചപ്പാത്തിയാണ്. ഇത് പറയാൻ കാരണമുണ്ട്. ക്രിസ്തുവിനെ ഒരുവനിലേക്ക് വരുത്തിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പറഞ്ഞു വരുന്നത്. വലിയ ചപ്പാത്തിയാണ്. ഈ ചപ്പാത്തിയുടെ പൊടി മുഴുവനും എന്റെ ശരീരത്തിനകത്ത് പതിച്ച് കണ്ണിൽ മുഴുവനും ദേഹത്ത് മുഴുവനും വ്രണം ബാധിച്ചു. ഞാൻ ഈ വ്രണം ബാധിച്ച സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സാറേ എന്റെ ശരീരം മുഴുവൻ വ്രണമാണ്, എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പക്ഷേ ഇവർ കേട്ട ഭാവം പോലെ നടിച്ചില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വ്രണങ്ങൾ പൊട്ടി ശരീരത്തു നിന്ന് സ്മെല്ല് വരാൻ തുടങ്ങി. ഉടൻ തന്നെ ഞാൻ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടിട്ട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്റെ ശരീരം എനിക്ക് സഹിക്കാൻ വയ്യാത്ത നിലവാരത്തിൽ മാറിയിരിക്കുകയാണ്. ഇവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. ഞാൻ കിടക്കുന്ന സെല്ലിനകത്ത് മറ്റ് 16ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. ഒരു ദിവസമായപ്പോൾ ഈ പോലീസുകാർ വിളിച്ചിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 16ഓളം പ്രതികൾ പറഞ്ഞു, സാറേ പ്രശാന്തിനെ ഇനി ഞങ്ങളെ കൂടത്ത് കിടത്താൻ പറ്റത്തില്ല, ഇവന്റെ ശരീരം മുഴുവൻ സ്മെല്ലാണ്. ഹാലൻ ഇവന്റെ അടുക്കൽ ചെല്ലാനോ ഇവന്റെ അടുക്കൽ ഇരുന്ന് ഭക്ഷണമോ കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അന്ന് രാത്രിയായപ്പോൾ ബാലരാമപുരം കാനായിരിക്കുന്ന വിൽസൺ സാർ എന്ന് പറയുന്ന ഒരു ജയിൽ വാർഡൻ വന്ന് എന്നെ വിളിച്ചുണർത്തി, പ്രശാന്തേ നിന്റെ പ്ലേറ്റും മൊന്തെല്ലാം കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറേ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞ പദം ഇങ്ങനെയാണ്, നിന്നെ മറ്റൊരു സെല്ലിലേക്ക് അടയ്ക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. ആ സെല്ലില് പോലീസ് അധികാരികൾ വിളിക്കുന്ന പേരാണ് ഒറ്റപ്പെട്ട സെല്ല്. കേട്ടിട്ടുള്ളതെന്ന് കാര്യം കൊണ്ട് ഉയർത്തിയാട്ടെ.
ഹല്ലേലൂയ. 1-2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഒറ്റപ്പെട്ട സെല്ലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിലും കഴിഞ്ഞ വർഷം പത്രമാധ്യമങ്ങളിൽ തിളഞ്ഞു നിന്ന ഹല്ലേലൂയ ഒരു വാർത്തയുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഡോക്ടർ, പേര് വന്ദന എന്ന ഒരു അധ്യാപകൻ, മദ്യത്തിന്റെ ലഹരിയിൽ ഹല്ലേലൂയ ഹോസ്പിറ്റലിനകത്ത് കയറി കുത്തിക്കൊലപ്പെടുത്തിയ വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അദ്ദേഹത്തിന്റെ മാനസിക നില തിരിച്ചറിയേണ്ടതിന് വേണ്ടി അടച്ചുപൂട്ടിയ സെല്ലാണ് ഈ ഒറ്റപ്പെട്ട സെല്ല്. 2011 തകർക്കപ്പെട്ടവനായി ആ ഒറ്റപ്പെട്ട സെല്ലിനകത്ത് ഞാൻ കിടക്കേണ്ടി വന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് അതിനകത്ത് കിടന്ന് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ചില ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണുനീരെല്ലാം പറ്റി, പിന്നെ പിച്ചും പെയ്യും വരാൻ തുടങ്ങി. ഒന്നും കൂടെ പറഞ്ഞാൽ അതിനകത്ത് കിടന്ന് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സാഹചര്യമായി എന്റെ ജീവിത അനുഭവങ്ങൾ മാറുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം ഞായറാഴ്ച ആയപ്പോൾ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നത്. ദൈവശബ്ദമല്ല, അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി വെച്ചിട്ട് ഈ ജയിലിന്റെ സെല്ലുകളിൽ അദ്ദേഹം അടിച്ചടിച്ച് പറഞ്ഞുകൊണ്ടുപോയ ശബ്ദം ഇങ്ങനെയാണ്: പള്ളി 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 പള്ളി. ഞാൻ നോക്കുന്ന സമയത്ത് ഹല്ലേലൂയ മറ്റുള്ള സെല്ലുകളിൽ നിന്നും പ്രതികൾ വരിവരിയായി ഇറങ്ങി പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഈ നമ്മുടെ കേരളത്തിൽ പള്ളി എന്ന് പറയുന്ന ഹല്ലേലൂയ നമ്മുടെ ചർച്ചിനെയാണ് ഉദ്ദേശിക്കുന്നത്, ദേവാലയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞിട്ട് പോയ വാക്ക് ഇങ്ങനെയാണ്: ഹല്ലേലൂയ ഇറങ്ങി പോകുന്ന കണ്ടു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ എന്തിനാണ് ഈ പ്രതികളൊക്കെ പുറത്തേക്ക് പോയത്? അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതിനകത്ത് പള്ളിക്കാർ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ പറഞ്ഞവർക്ക് ഞാൻ സ്തുതിക്കുകയാണ്. അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്: പള്ളിക്കാർ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നല്ല വചനം പറഞ്ഞു തരും. അടുത്ത പറയുന്ന പദം ഇങ്ങനെയാണ്: പള്ളിക്കാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി നല്ല പാട്ടുകൾ പാടിത്തരും. ഇത് കേട്ട ഉടൻ തന്നെ എന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത തിളച്ചു മറിഞ്ഞു വന്നു. അടച്ചുപൂട്ടിയ കാരാഗ്രഹത്തിനകത്തളങ്ങൾ കിടക്കുമ്പോൾ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. ബീഡി കയറ്റും. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയങ്ങളിലൊന്നും ബീഡി കയറ്റാറില്ല. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട സെല്ലിലേക്ക് പോയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീഡിയെല്ലാം തീർന്നു പോയി. ഞാൻ ഭയങ്കര ബീഡി വലിയായിരുന്നു. അങ്ങനെ ഈ ഒറ്റപ്പെട്ട സെല്ലിൽ കിടക്കുന്ന സമയത്ത് ബീഡിയെല്ലാം തീർന്നു പോയതുകൊണ്ട് എൻ്റെ കൂട്ടുപ്രതികളൊന്ന് കണ്ടാൽ അവരെ കയ്യിലിരിക്കുന്ന ബീഡി ഒന്ന് വാങ്ങാം, ആകാശം നന്നായിട്ടൊന്ന് കാണാം, വായു നന്നായിട്ടൊന്ന് ശ്വസിക്കാം എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് തിളച്ചു മറിഞ്ഞു. പുറത്തിറങ്ങാൻ അതിനൊരു അവസരം വേണം. നോക്കിയപ്പോൾ ഒറ്റൊരു അവസരം മാത്രമേ ഉള്ളൂ: ഈ പള്ളിക്കാട് പ്രാർത്ഥന കൂട്ടായ്മ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഇപ്പൊ വീണ്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ട് പോയി, പള്ളി 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 പള്ളി. നമ്മൾ സാറേ ആ പള്ളിക്കാട് കൂട്ടായ്മയിലേക്ക് എനിക്കും പോകണം. എന്റെ ആഗ്രഹം പള്ളിക്കാട് കൂട്ടായ്മ പോയി യേശുവിനെ ആരാധിക്കണമെന്നല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിറപടിയാൻ നിവർത്തിക്കണം. ഉടൻ തന്നെ അദ്ദേഹം ഇരുമ്പ് കവാടം എന്റെ മുമ്പിൽ തുറന്നു തന്നു. ഉടൻ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രശാന്തേ, അവിടെ ഒരു കൂട്ടമുണ്ട്, ആ കൂട്ടത്തിന്റെ നടുവിൽ പോയിരിക്കരുത്, ഒരു സൈഡിൽ മാറിയിരിക്കണം. കാരണം എന്താണ്? ശരീരം മുഴുവൻ വ്രണമായതുകൊണ്ട് കൂട്ടത്തിൽ തിരുത്താൻ കൊള്ളത്തില്ല. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, പ്രത്യേകം ഒരു കൂട്ടം ഇങ്ങനെ കൂടിയിരിക്കുന്നു. അതിന്റെ നടുവിലായി പാവപ്പെട്ട 2 അപ്പച്ചൻ പാസ്റ്റർമാർ നിൽക്കുന്നു. ഉടൻ തന്നെ ഞാനും ഒരു സൈഡിൽ പോയിരുന്നു. ഉടൻ തന്നെ ഹല്ലേലൂയ അപ്പച്ചന്മാർ പറഞ്ഞു, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ചില പ്രതികളൊക്കെയും ആത്മാർത്ഥതയോടെ കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. ചില ക്രിസ്ത്യാനികളോട് എത്ര കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ചില പ്രതികളൊക്കെ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നറിയേണ്ടതിന് വേണ്ടി കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിരിക്കുക. ഉടൻ തന്നെ ഈ പാവപ്പെട്ട 2 അപ്പച്ചൻ പാസുമാരും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ പ്രതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചങ്ങോട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് ഒരപ്പച്ചൻ ഇരുന്നു, ഒരപ്പച്ചൻ എഴുന്നേറ്റ് ഒരു ഗാനം ആലപിക്കുവാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾക്കറിയാമോ, കേരളത്തിനകത്ത് 14 ജില്ലകളിൽ എത്ര ജയിലുകളുണ്ടോ ആ എല്ലാ ജയിലുകളിലും സന്ധ്യാസമയമാകുമ്പോൾ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനികളും അവരവരുടെ കയ്യിലിരിക്കുന്ന മൊന്തയിലും പ്ലേറ്റിലൊക്കെ തട്ടിപ്പാടുന്ന ഒരേ ഒരു ഗാനം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ അപ്പച്ചന്മാർ പാടാൻ തുടങ്ങിയത്. ഞാൻ ഈ പാട്ടിന്റെ വരികൾ കേട്ട് ഹല്ലേലൂയ ചില പ്രതികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയെ ഒഴുകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഒരു പക്ഷേ ആ പാട്ടിന്റെ വരികൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തും വളരെയധികം സമാധാനത്തെ പുലർത്തിയ പാട്ടിന്റെ വരികളായിരിക്കാം. ഈ അപ്പച്ചന്മാർ എല്ലാ പ്രതികൾക്കും വേണ്ടി പാടിയ ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: പെറ്റമ്മ മറന്നാലും മറക്കാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ വർണ്ണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം. ആലംബമില്ലാതെ അലഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ ആശ്വാസധാര വന്ന ക്രിസ്തുവിനെ വർണ്ണിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം ഈ അപ്പച്ചന്മാർ പാടുവാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഗായക സംഘം നിങ്ങൾക്ക് വേണ്ടി 1-2 വരികൾ, ചരണങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും.
പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകളെന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൻ ഒരുപാടു വേദന ഏകി. നൊമ്പരത്താലെൻ്റെ ഉള്ളം പിടഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോഴവനെൻ്റെ കാതിൽ പറഞ്ഞു, ഞാൻ നിന്നെ കൈവെടിയില്ല. അപ്പോൾ ഇവനെന്റെ കാതിൽ പറഞ്ഞു, ഞാൻ നിന്നെ കൈവെടിയില്ല. ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പാട്ടിന്റെ അടികൾ പാടുന്ന സമയത്ത് ഒത്തിരി ഹല്ലേലൂയ പ്രതികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയെ ഒഴുകുന്ന കാഴ്ച ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പാടിക്കൊണ്ടിരിക്കുന്ന ഈ അപ്പച്ചന്റെ അടികളിലേക്ക് ഓടി ചെന്നിട്ട് അപ്പച്ചന്റെ മൂക്കിലിട്ട് ഒരു ഒറ്റ ഇടി. ഞാൻ കണ്ട കാഴ്ചയാ. ഇടികൊണ്ട് അപ്പച്ചന്റെ മൂക്കിൽ നിന്നും രക്തം ധാരധാരയെ ഒഴുകുവാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓടിക്കൂടി വന്ന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓഫീസ് മുറിക്കകത്ത് കയറി ഒരു വെള്ളക്കടലാസിനെ തൂക്കിപ്പിടിച്ച് ഈ അപ്പച്ചന്റെ കടത്തി കൊടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പച്ച ഇതിനകത്തേക്ക് ഒരു സൈൻ പതിപ്പിച്ചേക്ക്, ഒരു ഒപ്പ് പതിപ്പിച്ചേക്ക്, ഇവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഇടിച്ചവന്റെ പേരിൽ ഒരു കേസും കൂടെ ഫിറ്റ് ചെയ്ത് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്പ് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് ആത്മീയ ജീവിതത്തിൽ എനിക്കൊരു ചവിട്ടുപടിയായി മാറിയത്. എന്താണെന്നറിയാമോ? ഇടികൊണ്ട് രക്തം ധാരധാരയെ ഒഴുകുമ്പോഴും പോലീസുകാർ കൊടുത്തിരിക്കുന്ന വെള്ളക്കടലാസിനെ ഞങ്ങൾ പ്രതികളെല്ലാം കാണുക ഉയർത്തിപ്പിടിച്ച് രണ്ടാട്ട് വലിച്ചു കീറി നിലത്തിട്ടിട്ട് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്, ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. ആ കരങ്ങൾ അടിച്ചോന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിച്ചു, മറ്റുള്ളവരെ ഉപദ്രവിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കിടക്കുന്ന ഞങ്ങളെ പോലുള്ളവരെ തിരക്കി വരുവാൻ ഹൈന്ദവനോ മുസൽമാനോ പാരമ്പര്യ ക്രിസ്ത്യാനികളോ ഇല്ലാത്ത സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകരല്ലാതെ അതിനകത്ത് വന്ന് സമാധാനത്തെ പകരുവാൻ ആരെയും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു രൂപയുടെ പ്രതിഫലം പോലും ഇല്ലാതെ അതിനകത്ത് വന്ന് സമാധാന സുവിശേഷം വിളംബരം ചെയ്ത ഈ അപ്പച്ചന്മാർ ഇടികൊണ്ടിട്ടും അവർക്ക് പറയാനുള്ള പദം ഇങ്ങനെയാണ്, ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. എന്തിനു പറയാൻ, ഈ പവിത്ര സുവിശേഷത്തിന് വിളംബരത്തിന് വിരോധമായി എത്രയെത്ര രാജാക്കന്മാർ എഴുന്നേറ്റിട്ടുണ്ട്, എത്രയെത്ര നേതാക്കന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. സുവിശേഷം അവസാനിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ കർണാടക ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുവിശേഷ യോഗം പ്രസംഗിക്കാൻ വേണ്ടി പോയി. ഞാൻ ഹല്ലേലൂയ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ദൈവസഭയുടെ അടുത്ത ഹല്ലേലൂയ ഒരു ദൈവസഭയുണ്ടായിരുന്നു. കേൾക്കണമോ? ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ പട്ടാപ്പകൽ കയറി വന്നിട്ട് അവിടുത്തെ ദൈവദാസന്റെ കഴുത്തിനെ അറുത്ത് കൊന്നുകളഞ്ഞു. എന്നിട്ട് അവർ ഒരു പോസ്റ്റർ തയ്യാറാക്കി ഒട്ടിച്ചത് എന്താണെന്ന് അറിയാമോ? കർണാടക ഹൂബ്ലിയിൽ ഞങ്ങൾ സുവിശേഷം അനുവദിക്കത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ.
എന്നാൽ എഴുതി വെച്ചവരെ ഹാലലും മനോഭാവത്തെ പോലും തകിടം മറിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആ ദൈവദാസന്റെ മകൻ അതേ വർഷം തന്നെ ആ ദൈവസഭ ചാർജ് എടുത്ത് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്തു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല സ്വർഗം നമ്മുടെ കത്തളങ്ങളിലാക്കി വച്ചിരിക്കുന്നത്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണും, കർണാടക കടമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹല്ലേലൂയ AG സഭ മുഴുവനും അടിച്ചു തകർത്ത് അവരുടെ മതത്തിന്റെ പ്രതിഷ്ഠ കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് മതത്തിന്റെ കൊടിയും നാട്ടി കർണാടക കടമ മുതൽ മാംഗ്ലൂർ ഞാനും ഹല്ലേലൂയ ന്യൂസിനകത്ത് കാണാതെ എന്ന് പറയുന്ന അടുത്തു വരുന്ന സമയത്ത് ഈ അപ്പനോട് വന്ന് ഹല്ലേലൂയ ഈ മകൻ പറയുകയാണ്, അപ്പാ നാളെ എന്റെ വിവാഹമാണ്, അപ്പൻ വന്ന് നടത്തി തരണം. എന്നിട്ട് ഈ അപ്പനോട് മകൻ പറയുക, അപ്പൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ 2 മണിക്കൂറത്തേക്ക് മാറ്റിവെച്ചിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിനകത്ത് വെച്ച് എന്റെ വിവാഹം നടത്തി തരണം. അപ്പൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? മോന് വിവാഹം അപ്പന് സന്തോഷമുള്ള കാര്യമാ, പക്ഷെ മോൻ പറഞ്ഞില്ലേ കടാരയെടുത്തു. സ്വന്തം മകൻ ഹല്ലേലൂയ ഈ അപ്പൻ ഭവനത്തിലേക്ക് കാല് കുത്തുന്ന സമയത്ത് തന്നെ സ്വന്തം ഭാര്യ കടാരയെടുത്തു വയറ്റിനകത്ത് കുത്തിക്കയറ്റി. സ്വന്തം മകൻ ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ച് ഉടലൊരു ഭാഗത്ത്, കൈയൊരു ഭാഗത്ത്, കയലൊരു ഭാഗത്ത്, കഴുത്തൊരു ഭാഗത്ത് വെട്ടിമാറ്റി. എന്നിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ എടുത്ത് വനാന്തരത്തിനകത്ത് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. സുവിശേഷം അവസാനിച്ചു. കരുനഗപ്പള്ളിയിലല്ലേ കഴിഞ്ഞ വർഷം ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ അവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ മുഖം മൂടി ധരിച്ചു കൊണ്ടുവന്ന് ദൈവദാസിയെ അടിച്ചു തകർത്തത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഈ ദൈവദാസിയും പോയത് വീണ്ടും സ്വന്തം ഭവനത്തിലേക്ക് റെസ്റ്റിനല്ല, അടച്ചു പൂട്ടിയ ദൈവസഭയ്ക്കകത്ത് വീണ്ടും പോയി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞാട്ടെ, എത്രമാത്രം സുവിശേഷ വിരോധികൾ ഉപദ്രവിച്ചാലും ഇന്ന് രാത്രികാലം ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ ഒരു കൂട്ട സുവിശേഷ വിരോധികൾ ഇതിനകത്ത് വന്ന് ഈ ഇരിക്കുന്ന അഭിഷക്തന്മാരെ കൊന്നാലും പ്രസംഗിക്കുന്ന എന്റെ കഴുത്തറുത്തു മാറ്റിയാലും ആത്മാവിൽ ഞാനൊരു പ്രവചനം പറയാ, ആ നിമിഷം തന്നെ അടുത്ത ഒരു തലമുറയെ സ്വർഗം എഴുന്നേൽപ്പിക്കൂ. വിശ്വസിക്കുന്നവർ കരകളെ അടിച്ച് ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിന് പ്രവചിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറ ഇന്ന് രക്ഷയുടെ അനുഭവത്തിൽ ഇല്ലായിരിക്കാം, പിന്മാറ്റത്തിന്റെ സാഹചര്യങ്ങൾ കിടക്കുന്ന വ്യക്തിയായിരിക്കാം, മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അസത്തിയിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. ഇന്ന് രാത്രിക്കാലം നിന്നോട് പ്രവചിക്കുന്നത്, നിന്റെ തലമുറ അന്ത്യകാല പ്രവാചകനായി, അന്ത്യകാല ശുശ്രൂഷകനായി, അന്ത്യകാല അപ്പോസ്തലനായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിക്കാലം നിന്റെ തലമുറയെ തൊടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷ പറഞ്ഞ് ഈ ദൂതിനെ ഏറ്റെടുത്താട്ടെ. ആരുടെയൊക്കെ കണ്ണുനീർ ഇന്ന് ശക്തമായ ദൈവപ്രവൃത്തികൾക്ക് കാരണമായി തീരുന്നു. ചില തലമുറകളുടെ എഴുന്നേപ്പിന് ഇന്ന് രാത്രികാലം കാരണമായി തീരാൻ വേണ്ടി പോകുകയാണ്. ഒന്നാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാരണം സുവിശേഷം മനുഷ്യന്റെ പദ്ധതിയല്ല, സുവിശേഷം സാക്ഷാൽ യഹോവയായ ദൈവത്തിന്റെ പദ്ധതിയാണ്. മനുഷ്യന്റെ പദ്ധതിയായിരുന്നെങ്കിൽ അപ്പോസ്തലരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത് ഹല്ലേലൂയ മനുഷ്യന്റെ പദ്ധതിയല്ല, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവിന്റെ 2ാം വരവോളം ഇത് നിലനിൽക്കുവാനിടയായി തീരും. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പ്രശാന്ത് പാസ്റ്ററെ കൊന്നാൽ അടുത്തൊരു പ്രശാന്തിനെ നാളെ സ്വർഗം എഴുന്നേൽപ്പിക്കും. ആ നിമിഷം തന്നെ എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഏതെങ്കിലും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ വ്യർത്ഥമായി പോകത്തില്ല. നിന്റെ തലമുറ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു തലമുറയെ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇടികൊണ്ട് രക്തം ധാരധാരയെ ഒഴുകുമ്പോഴും അപ്പച്ചന്മാർക്ക് പറയാനുള്ള പദം, ക്രിസ്തുവിന് വേണ്ടി സകലതും ക്ഷമിക്കുന്നു. എന്റെ ഹൃദയത്തിനകത്ത് അത് വളരെയധികം ചലനമുണ്ടാക്കി. കാരണം മറ്റുള്ളവരെ ഉപദ്രവിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥം ഉപയോഗിച്ച് അകർത്യം ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി സമാധാനത്തെ പകരുവാൻ ആരെയും കണ്ടില്ല. ഈ അപ്പച്ചന്മാർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വീണ്ടും വർദ്ധിച്ചു. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം,
ഇവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. ഒരു ദിവസമായപ്പോൾ എന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത തിളച്ചു മറിഞ്ഞു വന്നു. ഈ പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന പാവപ്പെട്ട പാസ്റ്റർ അപ്പച്ചന്മാരോടൊന്നും എന്റെ കാര്യം അവതരിപ്പിക്കാം, പക്ഷേ പുറത്തുനിന്ന് വരുന്നവരോട് സംസാരിക്കാൻ പോലീസുകാർ നമ്മൾ അനുവദിക്കത്തില്ല. എങ്കിലും എന്നോട് സ്നേഹം കാണിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചെന്ന് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഈ പാസ്റ്റർ അപ്പച്ചന്മാരോടൊന്ന് സംസാരിക്കണം, എനിക്കൊന്ന് 1 മിനിറ്റ് ഒന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞു. എന്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം എനിക്ക് 2 മിനിറ്റോളം അനുവദിച്ചു തന്നു. ഞങ്ങൾ റിമാൻഡ് പ്രതികളായതുകൊണ്ട് ഷർട്ടിടാൻ പാടില്ല, കയ്യിൽ മാത്രമേ എടുക്കാവൂ. കയ്യിലേക്ക് മുറുക്കി കൊടുത്ത് തലമുടി ചീകി വൃത്തിയാക്കി സുവിശേഷം പറഞ്ഞിട്ട് പോകുന്ന ഈ അപ്പച്ചൻ പാസ്റ്റർമാരുടെ പുറകിൽ ഞാൻ ഓടി. അപ്പച്ച ഒന്ന് നിൽക്കാൻ പറഞ്ഞു. 2 പേരെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പച്ച എന്റെ പേര് പ്രശാന്ത് എന്നാണ്, തിരുവനന്തപുരം ചെങ്കച്ചുള്ളക്കാരനാണ്, എനിക്ക് ഏകദേശം 17ഓളം കേസുകളുണ്ട്. ഇപ്പോൾ കൊലപാതക കുറ്റത്തിനാണ് പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. പുറംലോകം കാണുവാൻ കഴിയുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ അപ്പച്ചന്മാരോട് എന്റെ ശരീരം മുഴുവൻ കാണിച്ചു. അപ്പച്ച എന്റെ ശരീരം മുഴുവൻ വ്രണമാണ്, കണ്ണിൽ ബാധിച്ചു, ഉറങ്ങിയിട്ട് ചില ദിവസങ്ങളായി, നാക്കിൽ ബാധിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് ചില ദിവസങ്ങളായി. ആലിന് മാറിയും തിരിഞ്ഞും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇവർ കേട്ട ഭാവം പോലും നടിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അപ്പച്ചന്മാരുടെ ലഘുവായി ഞാനൊരു ചോദ്യം ചോദിച്ചു, അപ്പച്ച നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ പ്രസംഗിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റുമോ? മറ്റുള്ള പ്രതികളെല്ലാം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത്, പോലീസുകാരന്മാരെല്ലാം മാറ്റി നിർത്തിയ സ്ഥാനത്ത്, എന്റെ ശരീരത്തിന്റെ സ്ഥിതി പോലും നോക്കാതെ ഈ പാവപ്പെട്ട 2 അപ്പച്ചൻ പാസ്റ്റർമാർ എന്നെ കെട്ടിപ്പിടിച്ച് തലേ കൈവച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ശരീരത്തിന്റെ മുഴുവൻ വ്രണങ്ങളും കരിഞ്ഞു മാറുവാനിടയായി തീർന്നു. വിശ്വസിക്കുന്ന രാവിലെ പറയട്ടെ. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് രോഗസൗഖ്യം അനുഭവിക്കുന്നത് ആ ഹാലിന് വലിയ വലിയ കൺവെൻഷൻ ക്രൂസറുകളിലല്ല, 40 ദിവസത്തെ 21 ദിവസത്തെ 3 ദിവസത്തെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലുമല്ല. ഞങ്ങൾ ആവേശത്തോടെ അഭിഷേകത്തോടെ ഞങ്ങൾ വിളിച്ചു പറയും, കാരാഗ്രഹത്തിനകത്തളങ്ങളിൽ ഇറങ്ങി വന്ന് സൗഖ്യം തരുന്നവൻ ഒരുവനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ഉയർത്തുന്ന യേശുവാണ്. ആ സൗഖ്യദായകൻ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന പ്രതികരിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ഏത് വലിയ പാരമ്പര്യ രോഗത്തിന്റെ കെണികളാണ് നീ പിടിക്കപ്പെട്ടതെങ്കിലും സ്വർഗം പറയുന്നു, എല്ലാ പാരമ്പര്യ രോഗത്തെ വഴിക്കുന്ന സ്വർഗം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് കയറി വരുന്ന ചില പാരമ്പര്യ രോഗബന്ധനം, അമ്മയുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് കയറി വരുന്ന ചില ഹല്ലേലൂയ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം സ്വർഗം ഇറങ്ങി സൗഖ്യമാക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞ് ഈ ദൂതിൽ പ്രതികരിച്ചാട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു കർത്താവിന്റെ മേലോ, യേശുവിന്റെ അടിപ്പടരുകളോ. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന നിനക്ക് ഒരത്ഭുത സൗഖ്യം സ്വർഗ്ഗം കൈമാറാൻ പോകുക. വിശ്വസിക്കുന്നവർ പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. ഇന്ന് രാത്രികാലം ആരുടെയൊക്കെ മേൽ സൗഖ്യം വെളിപ്പെടുകയാണ്, ആരുടെയൊക്കെ മേൽ സൗഖ്യം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഏത് വലിയ പാരമ്പര്യ രോഗമാണെങ്കിലും, ഏത് വലിയ പാരമ്പര്യ രോഗബന്ധനങ്ങളാണെങ്കിലും ഇന്ന് രാത്രികാലം വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ മേൽ ഒരു സൗഖ്യം വെളിപ്പെടുകയാണ്. ഉച്ച മുതൽ പാദം വരെ ദൈവശക്തി വെളിപ്പെട്ട് ഏത് വലിയ രോഗത്തിന്റെ വിഷമുള്ളിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം സ്വർഗ സൗഖ്യം തരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ നിയോഗത്തിനകത്ത് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഇനി ഒരു രോഗബന്ധനം പറഞ്ഞ് നിന്നെ ഇവിടുന്ന് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് രാത്രിക്കാലം ചില രോഗങ്ങൾ സൗഖ്യമാകുന്ന രാത്രിയാണ്, ചില രോഗബന്ധനങ്ങൾ ഇന്ന് അഴിയുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് അത്ഭുത കരമിനകത്ത് ചലിക്കുകയാണ്. യെസ്, പ്രാപിക്കേണ്ട പ്രാപിച്ചോ. വിശ്വസിക്കുന്ന ആത്മാർത്ഥതയോടെ അഭിഷേകത്തിന്റെ നിറവിൽ ഇന്ന് രാത്രിക്കാലം ഈ ദൂതനെ പിടിച്ചാട്ട്. സൗഖ്യദായകന്റെ കരം ഇന്ന് രാത്രികാലം ഇതിനകത്ത് ചലിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങളും ദൈവപ്രവർത്തികളും ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന നിന്റെ അകത്തളങ്ങളിൽ സ്വർഗമിനകത്ത് ചെയ്യുകയാണ്.
രഗതുനാര ഘടക ശബ്ദരാന ബൗഡരുകർത്തനാര. കരങ്ങൾ ഉയർത്തി നാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി തീരും. ദൈവത്തിന്റെ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ഹാലലി അത്ഭുതകരമാകുന്ന ഒരു രോഗസൗഖ്യം ഞാൻ അനുഭവിച്ചത് വലിയ കൺവെൻഷൻ ക്രൂസൈഡുകളല്ല, കാരാഗൃഹത്തിനകത്തുള്ളങ്ങളിലും ഇറങ്ങി വരുന്ന സൗഖ്യം തരുന്ന ഒരേ ഒരു ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിന്റെ യേശുവാണ്. അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഞാൻ സാക്ഷികൾക്ക് വിരാമം കുറിക്കാൻ പോകുക. ഒരു ദിവസമായപ്പോൾ ഹാലലിയ ഈ അപ്പച്ചന്മാർ എൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു നീല ബൈൻഡിട്ട പുതിയ നിയമം എന്നെഴുതിയ ഒരു പുസ്തകം എന്റെ കരുത്തി കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇതിനകത്ത് യോഹന്നാൻ സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് വായിക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അടച്ചുപൂട്ടിയ കാരാഗൃഹത്തിനകത്തളങ്ങളിൽ വെച്ച് ഞാൻ യോഹന്നാൻ സുവിശേഷം വായിക്കുവാൻ വേണ്ടി തുടങ്ങി. ഓരോ അധ്യായങ്ങൾ മറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം എനിക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം എഴുതി തുടങ്ങുകയായിരുന്നു. ആ ജയിലിനകത്ത് വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ഇനി എനിക്ക് പുറലോകം കാണുവാൻ എനിക്ക് ദൈവം അവസരം തരികയാണെങ്കിൽ ഞാൻ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കും, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമെന്നൊരു തീരുമാനമെടുത്തു. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സ്വർഗം എന്നെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തൽക്കാലത്തേക്ക് എന്റെ സാക്ഷികൾക്ക് ഞാൻ അവിടെ വിരാമം കുറിക്കുകയാണ്. ഇനി ഒരു സാക്ഷ്യം കൂടെ എനിക്കുണ്ട്, ദൈവം അനുവദിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു സമയം എന്ന് പറയും. ആ സാക്ഷിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് കോടതി മുറിയിലെ അത്ഭുതം. കോടതി മുറിക്കകത്തും ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു യേശുവുണ്ട്. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്വർഗ്ഗം സഹായിക്കട്ടെ. ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി 10 മിനിറ്റോളം മാത്രമേ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. 1-2 പദങ്ങളെ മാത്രം വായിച്ച തിരുവെഴുത്തുകളിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തുകൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-17 തിരുവേദ ഭാഗം ഒരിക്കൽ കൂടി ദൈവദാസൻ മൈക്കിലൂടെ വായിക്കും. നമുക്ക് പ്രാർത്ഥനപൂർവ്വം ശ്രദ്ധിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വിളഞ്ഞു കിടന്ന ഞങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിന്റെ പ്രത്യേകതകൾ 2ആയി വിഭജിക്കുമ്പോൾ ഒന്ന് പഴയ നിയമ പുസ്തകം എന്നും 2 പുതിയ നിയമ പുസ്തകമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഒന്ന് ലോഗോസ് എന്നും പുതിയ നിയമ പുസ്തകത്തെ റേമയായി വെളിപ്പെടുത്തുമ്പോൾ അല്ല പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ മാത്രം 3 വിഭജനങ്ങളെയാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ വക്താവായിരിക്കുന്ന മോശെ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകത്തെ വിളിക്കുന്ന പേരാണ് തോറ പുസ്തകം അഥവാ ന്യായപ്രമാണം അഥവാ പഞ്ചഗ്രന്ഥം എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 2ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടു കൂടി തന്റെ ഭക്തന്മാരോട് യഹോവയായ ദൈവം അരുളി ചെയ്തതിനെ അവർ എന്ത് ചെയ്തെന്നറിയുമോ? എഴുത്തുകളായി എഴുതുവാൻ വേണ്ടി തുടങ്ങി. ഏകദേശം എഴുത്തുകൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന 13 പുസ്തകങ്ങളെ വിളിക്കുന്ന പേരാണ് കെത്തുബീൻ. 1ാമത്തെ പുസ്തകം തോറ, 2ാമത്തെ പുസ്തകം കെത്തുബീൻ. ഇനി 3ാമത്തെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രവചന ഗ്രന്ഥങ്ങളാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ പ്രവാചകന്മാരായി ചെറിയ പ്രവാചകന്മാര്, വേദപണ്ഡിതന്മാർ നമ്മളെ തരം തിരിച്ച് പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ പ്രവാചകനെന്നോ ചെറിയ പ്രവാചകനെന്നോ ഇല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. ശ്രദ്ധിക്കണമേ, 21 പ്രവചന ഗ്രന്ഥത്തെ വേദപണ്ഡിതന്മാർ വിളിക്കുന്ന പേരാണ് നബീബീം. ഈ 3 വിഭജനങ്ങൾ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകൾ ഗദ്യമെന്ന നിലവാരത്തിൽ മാത്രം എഴുതപ്പെട്ട പുസ്തകമല്ല, നേരെ മറിച്ച് അതിമനോഹരമായിട്ടുള്ള യഹോവയായ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവൃത്തികൾ അവർ പറയുക മാത്രമല്ല, അവർ പാട്ടുകളായി പാടുവാൻ വേണ്ടി തുടങ്ങി. ഗീതങ്ങൾ അഥവാ സങ്കീർത്തനങ്ങൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സങ്കീർത്തനങ്ങൾ പുസ്തകങ്ങൾ ഏകദേശം വിഭജിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 5 ഭാഗങ്ങളെയാണ് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമ പുസ്തകത്തിനകത്ത് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത വെളിപ്പെടുമ്പോൾ പുതിയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി നോക്കണമേ, കർത്താവായ യേശു ക്രിസ്തു 4 സുവിശേഷ പുസ്തകങ്ങളിലും തിളങ്ങുവാനിടയായി തീർന്നു. ജനന, മരണ, പുനരുത്ഥാനത്തിനോട് ബന്ധപ്പെട്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വെളിപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പദമുണ്ട്. നിങ്ങൾ എന്തോ ചെയ്യണം? ഏകദേശം 200 കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ തന്റെ
തന്റെ പ്രവർത്തനങ്ങൾ, സുവിശേഷങ്ങൾ നിറപടിയെ നിവർത്തിച്ച അനന്തരം കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികമായി നിങ്ങൾ ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. നോക്കണമേ, 200 കിലോമീറ്റർ ചുറ്റളവിൽ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി സകല മാതൃകയും കാണിച്ചു തന്ന യേശു കർത്താവ് പറഞ്ഞതിനനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചോദിച്ചാൽ അവർക്കും പറയാനുള്ള സാക്ഷ്യം 200 കിലോമീറ്റർ മാത്രമാണോ പാസ്റ്റർ സഞ്ചരിച്ചത്? അങ്ങനെയാണോ പച്ച? ഇല്ലേ, ഇല്ല. മൈലുകൾ താണ്ടി രാജ്യങ്ങൾ ചെന്ന് അതിന്റെ കർത്താവിന്റെ സാക്ഷികളാകുവാൻ അഭിഷക്തന്മാരിൽ വെളിപ്പെട്ട ദൈവിക നിയോഗത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലവും നിങ്ങളിലും വെളിപ്പെടുവാനിടയെ തീരും. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്നേഹങ്ങളുടെ പുസ്തകം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾ കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിപ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ആരാണ് നമ്മൾ വസിക്കുന്ന ദൈവം? ആരാണ് നമ്മുടെ ദൈവം? ഈ പദമെടുത്ത് നോക്കുമ്പോൾ ഇവിടെ ദൈവമെന്ന വാക്കിന്റെ അർത്ഥം പല ഭാഗങ്ങളിൽ പല രീതിയിൽ പറയുന്നവരുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അവരുടെ 330 ദൈവങ്ങളാണ് അവരിൽ വസിക്കുന്നതെന്ന്. എന്നാൽ മുസ്ലിം സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അവരുടെ പ്രവാചകന്മാരും അവരുടെ ദൈവമാണ് അവരിൽ വസിക്കുന്നതെന്ന്. എന്നാൽ ഇനി പാരമ്പര്യ ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ അവർ പറയും അവരുടെ ദൈവമാണ്, അവരുടെ ഹല്ലേലൂയ പ്രവാചകന്മാരും പുണ്യാളന്മാരും അവരുടെ ദൈവമാണ് വസിക്കുന്നതെന്ന് പറയും. പക്ഷേ പൗലോസ് എന്ത് കാര്യം രേഖപ്പെടുത്തി കഴിഞ്ഞാലും അതിന്റെ വ്യക്തത വെളിപ്പെടുത്താതെ താൻ അടങ്ങത്തില്ല. നോക്കണമേ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും പറയുമ്പോൾ ആരാണ് ആ ദൈവം? വിശുദ്ധ തിരുവെഴുത്തുകൾ കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ തിരുവേദ ഭാഗത്തിനകത്ത് വളരെ വ്യക്തമായി ആ ദൈവത്തിന്റെ പേര് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അത് കേൾക്കുന്ന ദൈവജനം മിണ്ടാതിരിക്കരുത്, ആ ദൈവത്തിനെ ഒന്ന് ആരാധിക്കണം. വായിച്ചാട്ടെ, വിശുദ്ധ തിരുവെഴുത്തുകൾ കൊലോസ്യർക്കെഴുതിയ ലേഖനം 1 അതിന്റെ 27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം. ഇവിടെ ശ്രദ്ധിക്കണം, എനിക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് തമിഴ് ബൈബിളാണ് ഇഷ്ടം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ. അത് തമിഴ് ബൈബിളിൽ എന്താ പറയുന്നത്? പുറം ജാതികൾക്കുള്ള. കണ്ടോ, ഇതൊരു രഹസ്യമാണ്. മനസ്സിലാകട്ടെ, ആമേൻ പറഞ്ഞാട്ടെ, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു അവരോട് ജാതികളുടെ ഇടയിൽ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ ആർക്കിഷ്ടമായി? തേജോമനായിരിക്കുന്ന യഹോവയായ ദൈവത്തിന് ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ ഇഷ്ടമായി. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ഇതൊരു രഹസ്യമാണ്, ഇത് മറഞ്ഞു കിടന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോക്കാലിപ്റ്റിക്സ്, മറഞ്ഞിരിക്കുന്നതിനെ മറനീക്കി പ്രദർശിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ എന്താണ് പിതാവ് മറനീക്കി പ്രദർശിപ്പിച്ചത്? ദൈവത്തിന്റെ വചനം വായിക്കുന്നു, വായിച്ചേ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം, ഇവിടെ പറയുന്ന മർമ്മം, ആ രഹസ്യം, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ള തന്നെ. ആ കരങ്ങൾ അടിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിസാരപ്പെട്ട ഒരു ദൈവമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഒരുവന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തും, അവന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വലിയ ഇരുട്ടിന്റെ വ്യാപാരം മൂടി നിൽക്കുന്ന പട്ടണത്തിനകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുമായി നീ കാലുകുത്തുമ്പോൾ അവിടത്തെ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിന്റെ മുമ്പിൽ അടിയറവ് പറയുവാനിടയെ തീരും. വിശ്വസിക്കുന്നവർ, ഈ അഭിഷേകത്തിന്റെ പൊരുളിനെ തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നമുക്കറിയാം
പഴയ നിയമ പുസ്തകവും പുതിയ നിയമ പുസ്തകവും വേർതിരിച്ചു പഠിക്കുമ്പോൾ പഴയ നിയമ ഗ്രന്ഥത്തിനകത്ത് കർത്താവായ അല്ലെങ്കിൽ ദൈവം വസിച്ചിരുന്ന ആലയങ്ങൾ, മന്ദിരങ്ങൾ, കൂടാരങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നു. വേഗത്തിൽ നിർത്താൻ പോവുകയാണ്, ഒറ്റ പദം പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിൽ ദൈവം വസിച്ചിരുന്ന ആലയങ്ങൾ, മന്ദിരങ്ങൾ, കൂടാരങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ പുതിയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് വ്യത്യാസമാണ്. ഇന്ന് രാത്രികാലം ഞാൻ വിളംബരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും അതേ പദം തന്നെയാണ്. നോക്കണമേ, ഒന്നാമത്തെ ദൈവം തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ വസിക്കുവാൻ തിരഞ്ഞെടുത്ത ആദ്യത്തെ മന്ദിരം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്തുകൾ, പുറപ്പാട് പുസ്തകം. ഈ ഹല്ലേലൂയ 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവേദ ഭാഗത്തിനകത്ത് ന്യായപ്രമാണത്തിന്റെ വ്യക്തമായിരിക്കുന്ന മോശ എഴുതി വെച്ചു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവേദ ഭാഗം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഒന്നാമത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ മോശ നിർമ്മിച്ച സമാഗമന കൂടാരം. രണ്ടാമത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് 2 ശമൂവേൽ 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവേദ ഭാഗം പറയുന്നു. വിശുദ്ധ തിരുവെഴുത്തുകളിൽ 2-ാമത്തെ മന്ദിരമായി തിരഞ്ഞെടുത്തത് 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവേദ ഭാഗം. അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനെ അടിച്ചിരിക്കുന്ന കൂടാരത്തിന്റെ നടുവിൽ വെച്ചു, അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. രണ്ടാമത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ദാവീദിന് മാത്രമായ കൂടാരം. ഇനി ഒറ്റ വാക്കിൽ പറഞ്ഞു വിട്ടുപോകാം. മൂന്നാമത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഏകദേശം 3000-ൽ പല സദർശവാക്യങ്ങള് വിശുദ്ധ വേദപുസ്തക പ്രകാരം എഴുതുകയും ആലയങ്ങളിൽ ഏറ്റവും അതിമനോഹരമായി ആലയം പണിത ഒരു മനുഷ്യനാണ് ജ്ഞാനികളിൽ ജ്ഞാനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശലോമോന്റെ ആലയം. അപ്പോൾ ഒന്നാമത്തത് മോശ നിർമ്മിച്ച സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ആസർപ്പ് കൂടാരം. രണ്ടാമത്തത് ദാവീദിന്റെ മാത്രമായ കൂടാരം. മൂന്നാമത്തത് ശലോമോന്റെ ആലയം. നാലാമത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് എസ്രാ പുരോഹിതന്റെ കാലഘട്ടത്ത് തകർക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടതിന് എസ്രാ പുരോഹിതൻ പുതുക്കി പണിത ആലയം. അഞ്ചാമത് വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു ഹേരോദാവ് പുതുക്കി പണിത ആലയം. ഈ 5 പറഞ്ഞ സമയത്തും നിങ്ങളുടെ മുഖത്ത് യാതൊരു സന്തോഷവും കണ്ടില്ല. ഹല്ലേലൂയ. ഇനി 6-ാമത് പറയുമ്പോൾ സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. കാരണം എന്താണ്? ഹല്ലേലൂയ. ഇനി പ്രത്യേകത ഹല്ലേലൂയ ഒരിടത്ത് ഒതുങ്ങുന്ന ആലയമല്ല. ദൈവത്തിന്റെ വചനത്തിനകത്ത് 6-ാമത് പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സമാഗമന കൂടാരം, രണ്ടാമത്തെ ദാവീദിന്റെ മാത്രമായ കൂടാരം, മൂന്നാമത്തെ ശലോമോന്റെ ആലയം, നാലാമത്തത് എസ്രാ പുരോഹിതൻ പുതുക്കിപ്പണിത ആലയം, അഞ്ചാമത് ഹേരോദാവ് പുതുക്കിപ്പണിത ആലയം, ആറാമതായി വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ആ കരങ്ങൾ അടിച്ചോ ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ 6 പറഞ്ഞപ്പോഴും സന്തോഷിക്കാത്ത ചിലരുണ്ട്. ഇനി 7-ാമത്തത് പറയുമ്പോൾ വീണ്ടും സന്തോഷിക്കേണ്ട ഒരു വകയുണ്ട്. കാരണം എന്താണ്? ഈ 6 വെളിപ്പെട്ടതാ. ഇനി 7-ാമത്തത് വെളിപ്പെടുവാൻ ഇരിക്കുന്ന മന്ദിരമാണ്. ഒന്ന് സ്തോത്രം പറയട്ടെ. നമ്മളത് ഒരുമിച്ച് പറയാൻ പോകുകയാണ്. ഒന്നാമത്തത് മോശ നിർമ്മിച്ച സമാഗമന കൂടാരം, രണ്ടാമത്തെ ദാവീദിന്റെ മാത്രമായ കൂടാരം, മൂന്നാമത്തത് ശലോമോന്റെ ആലയം, നാലാമത്തത് എസ്രാ പുരോഹിതൻ പുതുക്കിപ്പണിത ആലയം, അഞ്ചാമത് ഹേരോദാവ് പുതുക്കിപ്പണിത ആലയം, ആറാമത് പുതിയ നിയമ പുസ്തകത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരം, ഏഴാമതായി വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായ കുഞ്ഞാട് തന്നെ വിളക്കായിരിക്കുന്ന മന്ദിരം അത് വെളിപ്പെടുവാൻ സമയം ഏറ്റെടുത്തു. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതും ഹല്ലേലൂയ കുഞ്ഞാട് തന്നെ വിളക്കായിരിക്കുന്ന മന്ദിരം അത് വെളിപ്പെടുവാൻ സമയം അടുത്തിരിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുമ്പോൾ ഒറ്റ വാക്ക് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എന്റെ പ്രസംഗത്തിന് സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് നിർത്താം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നാം മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യ ഭരിക്കുന്ന മോഡി സാറിന്റെ പേരല്ല, കേരളം ഭരിക്കുന്ന പിണറായി സഹാബിന്റെ പേരല്ല, തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ സാറിന്റെ പേരല്ല. ഞങ്ങളെല്ലാം ആവേശത്തോടെ ഇന്ന് രാത്രികാലവും ഈ ദേശത്ത്
വിളിച്ചു പറയും, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമം, അത് യേശുവിന്റെ നാമമാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ സ്നേഹത്തിന്റെ മഹത്വം, ഈ സ്നേഹത്തിന്റെ മഹിമ എവിടെയാ വെളിപ്പെട്ടത്? റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നു, നാം പാപികളായിരിക്കുമ്പോ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹം കാൽവരിയുടെ കുരിശിന്റെ മേൽ പ്രദർശിപ്പിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടല്ലേ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16 പറയുന്നത്, തന്റെ ഏകനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിനെ തരുവാൻ തക്കവണ്ണം പാപികളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും പിതാവായ യഹോവ സ്നേഹിച്ചു. എന്റെ വാക്കൊക്കെ ഞാൻ വിരാമം കുറിക്കട്ടെ. ഞാൻ പഠിച്ചൊരു മന്ത്രോട് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പഠിച്ച മന്ത്രത്തിനകത്തും ഹാലിൽ ഞാൻ കേട്ട ഒരു ദൈവശബ്ദമുണ്ട്. എന്താണെന്നറിയാമോ? ഹാലലിയ, എല്ലാ ദീപാരാധന സമയത്തും വിളക്ക് കൊളുത്തി ഹാലലിയ ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന മന്ത്രത്തിനകത്തും യേശുവിന്റെ പേര് വന്നിട്ടുണ്ട്. ജയ് ജയാരതി വെങ്കിടരമണ വെങ്കിടരമണ സങ്കടഹരണ സീതാരാമ രാധേശ്യാമ. എന്തോ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലെന്നറിയാം. അടുത്ത ഓരോ മന്ത്രങ്ങളും ഉരുവിട്ട് വരുന്ന സമയത്ത് ഇതിനകത്ത് യേശുവിന്റെ പേര് കയറി വരിക. ജയ് ജയാരതി യേശുദേവായ യേശുദേവായ ശൈവപുത്രായ ലോകനാഥായ സ്നേഹനാഥായ. എന്തോ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലെന്നറിയാം. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ജയ് ജയാരതി യേശുദേവായ യേശുദേവായ ശൈവപുത്രായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലത്തിന്റെയും പുത്രൻ ഒരുവൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവാണ്. നാമേ പറഞ്ഞാട്ടെ. അടുത്ത പറയുന്ന പദം ഇങ്ങനെയാണ്, ജയ് ജയാരതി യേശുദേവായ യേശുദേവായ ശൈവപുത്രായ ലോകനാഥായ സ്നേഹനാഥായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ സകലരെയും ഒരുപോലെ സ്നേഹിച്ച ഒരേ ഒരു ദൈവം അത് യേശുവാണ്. കറുത്തവനെയും വെളുത്തവനെയും പാവപ്പെട്ടവനെയും പണക്കാരനെയും ആ കുബേരനെയും കുചേലനെയും ഒരുപോലെ സ്നേഹിച്ച ഒരേ ഒരു ദൈവം അത് യേശുവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ യേശുവിന്റെ നാമത്തിൽ രക്ഷയുണ്ട്. ആ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. ഇന്ന് രാത്രികാല ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന സുവിശേഷവും ഇതാണ്. ഹാലലിയ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒറ്റ നാമം, അതിന്റെ യേശുവിന്റെ ആണ്. ആ യേശു ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന നമ്മളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? ഒരു നിമിഷം നമുക്ക് എല്ലാവരും കണ്ണുകൾ മൂടാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികൾ ഒരു നിമിഷം എല്ലാവരും ചാടി എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ഇന്ന് വായിച്ച, ഇന്ന് കേട്ട ദൈവ ശബ്ദം എന്നെ ഒന്ന് തൊട്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ തലമുറയ്ക്കൊരു വിടുതൽ വേണം. എൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരണം എന്നാര് പ്രാർത്ഥിക്കുന്നുവോ അവർ മാത്രം വരുന്ന ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിയാട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അസത്യയിൽ പിടിച്ച് ഹാലിലെ ദൈവം ആരെന്ന് അറിഞ്ഞിട്ടും പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോയ ചില തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തെ ചില അനർത്ഥ മരണങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് അഴിക്കാൻ പോവുകയാണ്. ഈ സുവിശേഷ യോഗം ചിലർ ചോദിക്കും, എന്തുകൊണ്ട് ക്രമീകരിച്ചു? ഒറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ടാണ്. ഒരു നിമിഷം കണ്ണുകൾ മൂടി പ്രാർത്ഥിക്കാം. ചില സൂയിസൈഡ് സ്പിരിറ്റുകൾ ഇന്ന് രാത്രികൾ ചില കുടുംബങ്ങളിൽ ദൈവം അഴിക്കാൻ പോവുകയാണ്. ഹാലയിൽ ചില ആക്സിഡന്റ് പോരുകൾ ഇന്ന് രാത്രികാല സ്വർഗം അഴിക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന നിന്നിലൂടെ, പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിന്റെ ദേശം, നിന്റെ കുടുംബം, നിന്റെ ഭവനം ഇന്ന് രാത്രികാല സ്വർഗം പണിയുന്ന രാത്രിയാണ്. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹാലലിയ റഗധനാര ഘടക ശന്തരാന. ഹാലിലെ മദ്യപാനത്തിൽ കിടക്കുന്ന കുടുംബങ്ങൾ, ഹാലിലെ തലമുറകൾ, ഹാലിയ ഭർത്താക്കന്മാർ, അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രികാലം ഭയങ്കര ഒരു വിടുതലിനകത്ത് ചലിക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
ദൈവജനത്തിന് നടുവിൽ അത്ഭുതകരമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രികാലം അതിന് വിരോധമായി വെളിപ്പെട്ടു വരുന്ന എല്ലാ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ, എല്ലാ പോർവാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൊളിയട്ടെ, പൊളിയട്ടെ. ഭവനങ്ങളെ ഇരുട്ടിലാക്കുന്ന, ഭവനത്തെ ഇരുട്ടിന്റെ വ്യാപാരത്തിനകത്ത് ഒതുക്കിക്കളയുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളുടെ തന്ത്രങ്ങൾ ഇന്ന് രാത്രികാലം ദൈവം പൊളിക്കട്ടെ.